ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗാണ് ചെയ്തിട്ടുള്ളത്. എനിക്കൊരു കണ്ണട വാങ്ങിക്കണമായിരുന്നു, ഒരു സ്പെക്സ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്റ്റലിലുള്ള എൻ്റെ 2 ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ MG റോഡിൽ ലെൻസ് കാർട്ടിൽ ഞങ്ങളൊരു കണ്ണട പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ കുറച്ച് വേറെ കുട്ടി കുട്ടി പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നമ്മളുള്ളത് ചിറ്റൂരാണ്, മാസ്റ്റർ മെഡിസിറ്റി അടുത്ത് ചിറ്റൂർ. സോ അവിടുന്ന് ഞങ്ങൾക്ക് കച്ചേരിപ്പടി വരെയായിരുന്നു ബസ്. അതിനുശേഷം ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചു MG റോഡിലേക്ക് പോകാൻ. അപ്പോൾ അവർ 80 റുപ്പീസ് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന ഈ കച്ചേരിപ്പടി ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ ഷീമാട്ടിയുടെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ലെൻസ് കാർട്ടിൻ്റെ അവിടെ പെട്ടെന്ന് എത്താം. ഒരു 5 മിനിറ്റ്സ് വോക്കേ ഉള്ളൂ. സോ ഞങ്ങൾ വോക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വല്ല 10-30 ആയിരുന്നെങ്കിൽ ഓട്ടോയ്ക്ക് പോകാം എന്ന് വിചാരിച്ചു. ഓക്കെ, ഓട്ടക്കാരൻ പറയാൻ പറ്റില്ല, അവർ യൂട്ടേണൊക്കെ എടുത്ത് കൊണ്ട് ചുറ്റിക്കറങ്ങി വിടുമ്പോൾ 10-80 രൂപയാകും. ഓ, എന്തായാലും നമ്മൾ ലെൻസ് കാർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് MG റോഡ് ലെൻസ് കാർട്ടിലാണ് ഗൈസ്. ഇവിടെ നമ്മുടെ ആൽഫിന്റെ കണ്ണട അവള് കയറി കിടന്ന് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അത് അവള് മാറ്റാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഓരോ ഫ്രെയിംസ് ഇങ്ങനെ മാറ്റി വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാ ചേരുന്നതെന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ഓൾറെഡി അതിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ പേര് ഹെക്സഗൺ പോലെ ആ ഒരു ടൈപ്പ് ഒരു ഷേപ്പ് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി തന്നെയാണ് അവിടെ ചെല്ലുന്നത്. വേറെ ഏതൊക്കെ വെച്ച് നോക്കിയാലും എൻ്റെ മനസ്സിൽ അത് മാത്രമേ പിടിക്കുന്നുള്ളൂ. കാരണം ഞാൻ എപ്പോഴും ഒരാളുടെ കണ്ണട ഇങ്ങനെ എനിക്ക് ചുമ്മാ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ടൈപ്പ് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ അപ്പോൾ ഏത് വെച്ച് നോക്കിയിട്ട് എനിക്ക് ആ ഒരു കണ്ണട മനസ്സിലിരിക്കുന്നത് കാരണം എനിക്ക് അത് മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പം അതിൽ കോസ്റ്റ്ലി ആയിട്ട് നിൽക്കുന്നതിൽ ഒരു 5000 സംതിങ് വരുന്നത്, അതിൻ്റെ എല്ലാം ഗ്ലാസ് ഒക്കെ ഇട്ട് വരുമ്പോൾ 6000 എബോവ് പോകുന്ന ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നല്ലൊരു ചെറുപയർ പച്ച കളർ ഫ്രെയിമൊക്കെ ആയിരുന്നു കേട്ടോ. അതിന് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മീഡിയം ലെവൽ സെക്ഷനിൽ ഒരു 3200 500 ആ സംതിങ് വരുന്ന ആ ഒരു സെക്ഷനിൽ പോയപ്പം അവിടെയും സെയിം ഷേപ്പിൽ ഒരെണ്ണം കിട്ടി. ഈ ഫ്രെയിംസിന് വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയില്ല. പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എല്ലാം പെട്ടെന്ന് നശിപ്പിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഈ 6000 കണ്ണട വാങ്ങിയാലും ഞാൻ വേണമെങ്കിൽ ഒരു 6 മന്ത്സ് കൊണ്ട് ഞാനത് ഒടിച്ച് കയ്യിലെടുക്കും. സോ ഞാൻ ആ 3000 തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സെലക്ട് ചെയ്ത് കണ്ണട കയ്യിലിരിക്കുന്ന കണ്ണടയാണ് ഗൈസ്. അത് ആൽഫിന് ഇപ്പൊ നമ്മളെ വെച്ച് കാണിക്കും ഗൈസ്, വെച്ച് കാണിക്കും. ഇതല്ല, അത് ഇതാണോ? എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ശരിക്കും ഗൈസ് ഇഷ്ടപ്പെട്ട കണ്ണട ഇതാ. പക്ഷെ ഇതിന് 6000 രൂപയാണ് ഗൈസ്. 6000 രൂപ, 6300 ഗൈസ്. ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവളുമാരെൻ്റെ സെലക്ട് ചെയ്തിട്ട് വേണം ഫുഡ് അടിക്കാൻ പോവാൻ. നമുക്ക് ലെൻസ് കാർട്ടിൻ്റെ ഗോൾഡൻ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ഒരാളുടെ കയ്യിൽ, ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ. സോ നമുക്ക് ഏത് കണ്ണട എടുത്താലും buy 1 get 1 ഉണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ചൂസ് ചെയ്തത് 2000 ഒരു ഫ്രെയിമും 2000 ഫ്രെയിമായിരുന്നു. പിന്നെ നമ്മുടെ അത് 3000 ആയിരുന്നു, 2000 ആണെന്ന് തോന്നുന്നു. പിന്നെ QV പ്രൊട്ടക്ഷൻ അത് ഇതൊക്കെ ആഡ് ചെയ്ത് വന്നപ്പോൾ 3000 സംതിങ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ 3000 തന്നെ വേറൊരു ഫ്രെയിം നമുക്ക് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് വേറൊരു കണ്ണട ചൂസ് ചെയ്യാം, സ്പെക്സ് ചൂസ് ചെയ്യാം പവർ ഇട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൂളിംഗ് ഗ്ലാസ് ചൂസ് ചെയ്യാം. ഇതിൽ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ ഞാൻ കൂളിംഗ് ഗ്ലാസ് ആണ് ചൂസ് ചെയ്യാൻ പോയത്. കാരണം നമ്മൾ മറ്റേ പവറുള്ള കണ്ണട മാറി വെച്ചുകൊണ്ട് നടക്കാനൊന്നും പോകുന്നില്ല. സോ ഞാൻ കൂളിംഗ് ഗ്ലാസ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വലിയ ഫ്രെയിമാണ് സെലക്ട് ചെയ്തത്. കാരണം അണ്ണച്ചിക്കും കൂടെ വരുമ്പോൾ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്പെക്സ് കുറച്ച് വലിയ ഒരു ഫ്രെയിം നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് യൂഷ്വലി ചെറുതേ ചേരുള്ളൂ. കാരണം ഒന്നാമത് എൻ്റെ മുഖം ഭയങ്കര സ്മോളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കണ്ണാടിയും കൂടെ വെച്ചാൽ കണ്ണാടി മാത്രമേ കാണാനുണ്ടാവുള്ളൂ. സോ ഞാൻ കുറച്ച് വലിയ ഫ്രെയിമാണ് ചൂസ് ചെയ്തെടുത്തത് അണ്ണച്ചിക്കൊണ്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളിവിടെ പിന്നെ കുറേ ഫാഷൻ പരേഡും പിന്നെ പട്ടി ഷോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി അവിടെ കിടന്ന് കുറേ ഓൾമോസ്റ്റ് എല്ലാ കണ്ണടയും ട്രൈ ചെയ്തു. ഞങ്ങൾ ഏകദേശം ഒരു എത്ര മണിയായപ്പോഴാണെന്നറിയോ? ഇവിടുന്ന് ഞങ്ങളൊരു 6 ഒക്കെ ആയപ്പോൾ ബസ്സിൽ കയറി. അവിടെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ എത്തി. 6:45 ഒക്കെ ആയപ്പോൾ നമ്മൾ ലെൻസ് കാർട്ടിലെത്തി. അവിടുന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചിറങ്ങിയത്. അത്രയും ഒരു 2 hours അവിടെ നിന്ന് ഞങ്ങൾ ചുമ്മാ കുറേ
ഓക്കെ അറ്റ് ലാസ്റ്റ് അപ്പോൾ നമ്മൾ 2 കണ്ണട സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരെണ്ണം എനിക്ക് പവർ ഉള്ളതും പിന്നെ ഈ ഇരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നൊരു കൂളിംഗ് ഗ്ലാസും രണ്ടും സെലക്ട് ചെയ്തു. നമ്മൾ പവറൊക്കെ ആ ചേച്ചി നമുക്ക് ആഡ് ചെയ്ത് തരാണ്. പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ടോട്ടൽ എനിക്ക് എത്ര 2,230 അത്രയും സംതിങ് എന്തോ ആണ് ആയത്. 2 കണ്ണടയും കിട്ടി. പിന്നെ ഉടനെ പൊട്ടിച്ച് കളയാൻ ഉള്ളതായത് കൊണ്ട് ഞാൻ അങ്ങനെ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നോക്കിയില്ല. കാരണം എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന് ഗൈസ്. എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതൊക്കെ ഒടിഞ്ഞു പോകും. ഇപ്പം തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ണട ഒരാവശ്യമില്ലാതെ ഞാൻ ഈ കട്ടില വെച്ചതാണ് ഒടിഞ്ഞു പോയത്. എനിക്കറിയില്ല എങ്ങനെയെങ്കിലും ഒടിഞ്ഞു പോകും. അതെൻ്റെ കുഴപ്പമല്ല. എനിക്ക് അങ്ങനെയൊക്കെ ആരെങ്കിലും ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടും പോകുന്നുണ്ടോ? നമ്മളിവിടെ സെൻട്രൽ സ്ക്വയർ ഉണ്ട്. പറ്റുമെങ്കിൽ അവിടെ ഒന്ന് കയറണം. എന്തെങ്കിലും നല്ലതുപോലെ ഫുഡ് വാങ്ങിച്ചിരിക്കും. എനിക്ക് വിശന്നിട്ട് വയ്യ ഗൈസ്. ഇതാണ് ഗൈസ് വിശാലമായ MG റോഡ്. നമ്മൾ ലെൻസ് കാർഡിലാണ് ചെന്ന് വാങ്ങുന്നത്. ഇനി അങ്ങോട്ടില്ല, സെൻട്രൽ സ്ക്വയർ അങ്ങോട്ടാ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് സെൻട്രൽ സ്ക്വയറിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നടന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു. നോക്കിയപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ ഒരു 8 minutes ഒക്കെയാണ് നടക്കാൻ കഴിയുന്നത്. എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്ന് സെൻട്രൽ സ്ക്വയറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി ഷോപ്സും കാര്യങ്ങളും നമ്മൾ ലുലുലാണെങ്കിൽ നമ്മളിങ്ങനെ കണ്ട് കുറേ ഉണ്ടല്ലോ നടക്കാൻ. പിന്നെ ആളുകളെയൊക്കെ കണ്ട് കുറേ ഇങ്ങനെ ഇവിടെ അങ്ങനെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് പറ്റിയ ഷോപ്സും ഇല്ല. സോ നമ്മൾ സ്ട്രീറ്റ് വെച്ച് പിടിച്ചു. ഏറ്റവും മേലെ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ഫുഡ് സെക്ഷൻ വരുന്നത്. സോ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. സോ നമ്മൾ ഫുഡിന്റെ അങ്ങോട്ടേക്ക് പിന്നെ പോകുന്ന വഴി ഒരാവശ്യമില്ലാതെ ബാറ്ററിയുടെ അവിടെ 50% ഓഫ്, അപ് ടു 50% ഓഫ് എന്ന് കിടക്കണ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെരുപ്പും കൂടി നോക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. നമ്മൾ എന്തായാലും എടുക്കില്ല, എന്നാലും വെറുതെ നോക്കാമല്ലോ, നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവിടെ കയറി കുറച്ച് ചെരുപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എടുക്കാമെന്നുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്ന എടുത്തേനെ. ബട്ട് ഇത് എൻ്റെ സൈസിലില്ലായിരുന്നു. സോ നമ്മളതൊക്കെ അങ്ങ് തിരിച്ചു വെച്ചു. ഓഫർ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ചെക്കൗട്ട് ചെയ്യുക. കാരണം ഇൻ കേസ് നമുക്ക് കിട്ടിയ ലക്കിന് ഏതെങ്കിലുമൊക്കെ നല്ല പീസസൊക്കെ നമുക്ക് ലക്കിന് കിട്ടും. അങ്ങനെ ഓഫറിനെ മൊത്തത്തിൽ തള്ളി പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് ഓഫറിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട്. സോ ഓഫറുള്ള ടൈമിൽ നമ്മൾ മാക്സിമം ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഞങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് അതേപോലെ തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. എന്തായാലും വിശന്ന് വയറ് കത്തുകയാണ്. സോ നമ്മൾ ഫുഡ് സെക്ഷൻ്റെ അവിടെ എത്തി. ഫുഡ് സെക്ഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഫുള്ള് എന്ത് കഴിക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഞങ്ങൾ ഫുള്ള് നടന്നിട്ട് അവിടെയുള്ള എല്ലാ മെനു ബോർഡിലും വില നോക്കി. പിന്നെ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് ബ്രോസ്റ്റഡ് ആണ്. അപ്പോൾ ഏത് ബ്രോസ്റ്റഡ് കഴിക്കണം? ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ KFC നമ്മുടെ ചിക്കൻ പോപ്പോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബ്രാൻഡും നമ്മൾ കണ്ടു, പോപ്പോയ്സ്. ഓക്കെ, അപ്പം നമുക്ക് അത് ട്രൈ ചെയ്യണോ, ചിക്കൻ ട്രൈ ചെയ്യണോ, KFC ട്രൈ ചെയ്യണോ, ഏതാണ് ട്രൈ ചെയ്യേണ്ടതെന്നൊരിത്. അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കനും KFC ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പോപ്പോയ്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടുത്തെ മെനു എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നമ്മൾ നോക്കി, ഏകദേശം കുഴപ്പമില്ല, നല്ലൊരു ഓഫറൊക്കെ കിടപ്പുണ്ട്. സോ നമ്മൾ 4 പേഴ്സൺ ഒരു മീൽ ഉണ്ടായിരുന്നു അവിടെ. 4 പീസ് ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ 8 സ്ട്രിപ്സും പിന്നെ 4 കോള അത് വരുന്നൊരു കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തു. ബ്രോസ്റ്റഡ് അല്ല, അതിൻ്റെ കൂടെ കുറേ ഫ്ലേവേഴ്സ് വരുന്ന ടൈപ്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ പേരൊക്കെ ഞാൻ ഇപ്പം മറന്നുപോയി. പല ഫ്ലേവേഴ്സ്, ബ്രോസ്റ്റഡിൻ്റെ തന്നെ അതിൽ പല ഫ്ലേവേഴ്സ് വരുന്ന രീതിയിലുള്ള ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പുതിയൊരു ബ്രാൻഡല്ലേ, അപ്പം നമുക്ക് അവർക്ക് ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ നമുക്കും ഒന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ചെയ്യാം. സോ നമ്മളങ്ങനെ ഫിക്സ് ചെയ്തു. ബില്ലൊക്കെ അടിച്ചിട്ട് നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. സോ ടോക്കൺ കിട്ടി. നമ്മൾ ടേബിൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിരുന്നു. ഒരു 10 minutes നമുക്ക് ടോക്കൺ വിളിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് ആയിട്ടുണ്ട്. അപ്പം നെസ്റ്റിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോയിലാണെങ്കിലേ ബക്കറ്റിലുള്ള
നമ്മുടെ ഫ്രൈഡ് ചിക്കനാണ് കണ്ടത്, ബ്രോസ്റ്റഡ് ആണ് കണ്ടത്. അപ്പം നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ്. ബക്കറ്റൊന്നും ഇല്ല, 4 പീസുള്ള. പക്ഷെ 4 പേഴ്സൻ്റെ മീലാണെങ്കിലും നല്ലതായിട്ടുണ്ടായിരുന്നു. ബട്ട് 4 പേർക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. 3 പേർക്ക് നന്നായിട്ട് കഴിക്കാം, നല്ല വയറ് ഫില്ലാവും. ബട്ട് 4 പേർക്ക് കഴിക്കാൻ പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ടൈപ്പ്, ഫുള്ളി നമുക്ക് ഫില്ലാവില്ല. 3 പേർക്കാണെങ്കിൽ ഓക്കെ. അപ്പോൾ പല ഫ്ലേവേഴ്സ് ആയിരുന്നു. എന്തായാലും പേഴ്സണലി ചിക്കൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കൊള്ളായിരുന്നു. നമുക്കിനി ഇവരുടെ ഒപ്പീനിയൻ കേൾക്കാം. ഇതെന്താ സാധനം, പേര് പറ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലേവറാ. നമ്മൾ ഈ സ്ട്രിപ്സിന് എന്ത് ഫ്ലേവറാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? സ്മോക്ക്. ഇത് ഇതെന്താ എഴുതിക്കണേ? ഇതത് 8 പീസ് ഉള്ളതാ വരുന്നത്. അതാ ബുഡ് സ്മോക്ക് പറഞ്ഞത്. അപ്പൊ ഇതെന്ത് പാടിയവേ? ഇതിന് 4 പീസ് വരാനുണ്ട്. ആടി ശരി. ഇത് ബുഡ് സ്മോക്ക് ആണ് ഗൈസ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ബുഡ് സ്മോക്ക് നല്ല ടേസ്റ്റ് ആണ്. നല്ലൊരു എന്താ ഒരു ഇതിന്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് പറ. ഇതിന്റെ ഫ്ലേവർ നമ്മുടെ നല്ല മസാലയാണ് ഗൈസ്. ഞാൻ പറയാം, നമ്മുടെ കുർക്കുറയും മുളകും കൂടെ അരച്ചിട്ട്, അതേ മസാല നമ്മുടെ കുർക്കുറയും മുളകും അരച്ച് സ്മോക്ക് ചെയ്തൊരു ടേസ്റ്റ്. ഇതിലൊരു പറ, ഇത് സോസാണ്. സോസ് ഒരു കൂടിയെന്നവരെന്ന് സോസ് ചൈനീസ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചൈനീസ് ടേസ്റ്റ്. പക്ഷെ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എല്ലാം. റോസ്റ്റഡ് പോലല്ല, റോസ്റ്റഡ് എന്നൊരു ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം ഗൈസ്, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ വുഡ് സ്മോക്സ് ഫ്ലേവറിൻ്റെ ഒരു സെറ്റും കൂടെ റെഡി ആവാനുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡി ആയപ്പോൾ നെസ്ല പോയി എടുത്തു. പക്ഷെ ബാക്കിയൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ അത് തന്നെ കഴിക്കുകയാണ് വന്ന ഉടനെ. കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. യൂഷ്വൽ ആ ഒരു ബ്രോസ്റ്റഡ് ടേസ്റ്റിനെക്കാട്ടിലും വേറൊരു ഫ്ലേവറിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. പിന്നെ ഇതും കൊള്ളായിരുന്നു കേട്ടോ. ആ ഒരു ചൈനീസ് സോസിൻ്റെ ഒക്കെ ഫ്ലേവർ വന്നിട്ട്, ഇത് ബ്രോസ്റ്റഡ് വന്നിട്ട് വേറെ മസാലാസ് വരുന്നതാണ്. അപ്പോൾ ഇതൊരു ചൈനീസ് ഒരു ഫ്ലേവറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. പറയുന്നത് ഈ ഫ്ലേവറിന് ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്നാണ്. നമ്മളിപ്പോൾ കഴിക്കുന്ന മാങ്ങാച്ചാറിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ അച്ചാറിൻ്റെ ടേസ്റ്റ്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം. നല്ലൊരു ഐറ്റമാണ് ഗൈസ്, നിങ്ങൾ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾ എല്ലാവരും അത് കഴിക്കണം. നാല് പേർക്കെന്ന് പറഞ്ഞാൽ സാധനം ഉള്ളത്. പക്ഷെ 4 പേർക്ക് വന്നാൽ എനിക്ക് തികയുന്നൊന്നും തോന്നുന്നൊന്നുമില്ല. പക്ഷെ 3 പേർക്ക് സുഖമായിട്ട് ഞങ്ങൾക്ക് വയറ് നല്ല ഫുള്ളായി. ഇനിയിപ്പോൾ ഒന്ന് രാത്രി ഡിന്നറിന് വേണ്ട. ഇതുകൊണ്ട് നമ്മൾ സംതൃപ്തരാണ്. നല്ല സ്പൈസി ഫുഡാണ്, മസ്റ്റ് ഐറ്റമാണ്. പക്ഷെ ഒരുപാട് ഫ്ലേവർ ആയത് കാരണം നമുക്ക് പെട്ടെന്ന് മടുക്കുകയായി. നല്ലതാണ്, കയ്യിൽ ക്യാഷ് ഇരിക്കും. നല്ല സാധനം. നിനക്കെന്താ അഭിപ്രായം? അവർക്ക് നാണമാണ്. അപ്പോൾ ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി കൊള്ളാം, കുഴപ്പമില്ല. ഒരു 10 out of 8 അല്ലേ? 10 out of 8.5. 8.5 ഒക്കെ കൊടുക്കാം. KFC-യിലൊക്കെ കൂടെ പിടിച്ച് നിൽക്കും. പോട്ടെ. പൈസ ഒരു പുതിയ നല്ല സംരംഭമാണ്. നമ്മുടെ ഇതുപോലെ വൈകാതെ ഒരു കട തുടങ്ങണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഫുഡ് സ്മോക്ക്. എല്ലാവരും ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ബൈ ബൈ ഗായ്സ്. അയ്യോ ഇല്ല, കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വീട്ടിൽ പോകുന്നുണ്ട്. വീട്ടിൽ ബസ്സൊക്കെ പിടിച്ച് പോകണം. ആ പട്ടിക്കണ്ണി
എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര ആഗ്രഹം ഗൈസ് ഡെസേർട്ട് കഴിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഡെസേർട്ട് സെക്ഷനിൽ പോയപ്പോൾ അവിടെ ഭയങ്കര കാശ്. അപ്പം ഇവിടെ ബർഗർ കിങ്ങിൽ ഓഫർ ഉണ്ടെന്നായിട്ട് ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി. ഇവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് 20 റുപ്പീസിന് അല്ല 40 റുപ്പീസിന് അല്ല 80 റുപ്പീസിന് 4 എണ്ണം. 80 റുപ്പീസിന് ഞങ്ങൾ 3 പേരുള്ളത്, പക്ഷെ ഞങ്ങൾ 4 എണ്ണം വാങ്ങി. എനിക്ക് ഒരാൾക്ക് വേണ്ടി ഇവിടെ ചോദിച്ച് 80 രൂപയ്ക്ക് 4 ഐസ്ക്രീം കിട്ടും ഗൈസ്. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കിട്ടും. 80 രൂപയ്ക്ക് 4 ഐസ്ക്രീം കിട്ടിയല്ലേ? അത് ശരിയായി. ഇടയ്ക്ക് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെനിക്ക് വേണ്ടിയിട്ടാണ്. അത് പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടാ, അയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. യൂട്യൂബ് ചാനൽ നിങ്ങൾ ആരും ഒന്ന് വിചാരിക്കും ഇച്ചിരി വട്ടുള്ള കുട്ടിയാണ് ഗൈസ്. നമ്മളിനി ബസ് കയറാൻ വേണ്ടി നമ്മുടെ കച്ചേരിപ്പടിയിലോട്ട് നടക്കാൻ പോവാണ് ഗൈസ്. ബസ് കിട്ടുമോ? അങ്ങോട്ടല്ല, നമ്മളിപ്പോൾ ഇവിടെ മെട്രോയുടെ താഴെ കൂടെ MG റോഡിൽ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ മാട്ടിയുടെയൊക്കെ എടുക്കും. റോഡിൻ്റെ അവിടെ നിന്ന് ചുറ്റി വളഞ്ഞ് കച്ചേരിപ്പടി എത്തുന്നതിലും ഭേദം കുറച്ച് സമാധാനം ഉണ്ട് ഈ ഷീമാട്ടിയുടെ ഇതിൻ്റെ അകത്തുകൂടി കയറിയാൽ. സോ ഞങ്ങൾ ഷീമാട്ടിയുടെ കോമ്പൗണ്ടിനകത്തുകൂടി കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാം. ഞങ്ങൾക്ക് പെട്ടെന്ന് ബസ് നിർത്തിയിട്ട് ബാക്ക് സൈഡിൽ ഷീമാട്ടിയുടെ ബാക്ക് സൈഡിൽ എത്താൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഷീമാട്ടിയുടെ ഒരു കാര്യം പറയട്ടെ, ആ ഗേറ്റ് എങ്ങനെ അടച്ചാണ്? അല്ല ബാക്ക് ഗേറ്റ് അടച്ചാലോ? നമ്മൾ ചാടും. എന്റെ നോക്കിയേ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കച്ചേരിപ്പടിയിലെത്തി. കച്ചേരിപ്പടിയിലെത്തിയപ്പോൾ ഏകദേശം 9:15 ആകാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഈ സമയത്ത് വണ്ടി ഉണ്ടോ. ഞങ്ങൾ ഒന്ന് പേടിച്ചിട്ടാണ് വന്നത്. ഇൻ കേസ് വണ്ടി ഇല്ലെങ്കിൽ ഊബർ അല്ലെങ്കിൽ ഓട്ടോ ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു വന്നു. ഞങ്ങൾ വന്ന് അവിടെ വന്ന് നിന്നപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവിടെ ആളുകളുടെ കൂട്ടം കണ്ടപ്പോഴേ മനസ്സിലായി ഒരു ബസ്സും കൂടി വരാനുണ്ട്. മിക്കവാറും ഇത് ലാസ്റ്റ് ബസ്സായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് ബസ് കിട്ടി. ബസ് നിറയെ ആളായിരുന്നു, സീറ്റൊന്നും കിട്ടിയില്ല. നെസ്ല ഫസ്റ്റ് തന്നെ ചാടി കയറി, അവൾക്ക് മാത്രം സീറ്റ് കിട്ടി. അങ്ങനെ അവളുടെ കയ്യിൽ ബാഗൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളുടെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ പഞ്ചായത്തിലെത്തിയിരിക്കുകയാണ്. വീട്ടിലോട്ട് കുറച്ച് നടക്കാനുള്ള പഞ്ചായത്തിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് പഞ്ചായത്തിൽ നമ്മളെ കാണത്തില്ല. ഇവിടെ ചെറുതായിട്ട് മഴ തൂക്കി പെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ വണ്ടിയിലിരിക്കാൻ പോയി ഇവിടെ മാർക്ക് സീറ്റ് പിടിച്ചിട്ട് ഗൈസ് ആ എൻ്റെ അടുത്ത് വന്നിരുന്ന 2 പെൺപിള്ളേരാണെങ്കിൽ ഭയങ്കര സാമർത്ഥ്യത്തിൽ അവിടെ കയറി. ഇവിടുമാർക്ക് സീറ്റും കിട്ടിയില്ല. അതിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടുമാർക്ക് അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോൾ തന്നെ സീറ്റ് കിട്ടി. നമ്മൾ കുറച്ച് ഇടിച്ചാവും. ഓക്കെ എല്ലാവർക്കും ശുഭനിദ്ര സുഖനിദ്ര. അതല്ല, കാലിന്റെ പണി തീർന്നു എന്ന് വെച്ചാൽ കാലനക്കാൻ പറ്റുന്നില്ല. ബൈ ഗൈസ്.
யாருமே இல்லையே உள்ள யாருமே இல்லையே அதனால താക്കോലിക്കുന്ന സ്ഥലമൊക്കെ എനിക്ക് കാണിച്ചു കൊടു യൂട്യൂബിൽ ഓക്കെ ബൈ മടുത്ത് ഗൈസ് ഞാൻ നിർത്താണ് വ്ലോഗ് ബൈ